അസ്സലാമു എൻ്റെ അടുത്തൊരു കൊറോണൻ്റെ ഈസിയും വന്നിട്ടുണ്ട്. അത് രണ്ടാമത്തെ ഇഞ്ചക്ടർ വർക്ക് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. പിന്നെ ഇത് അയച്ചിട്ടുണ്ട്. നമുക്കിത് ട്രേസ് ചെയ്യാം എങ്ങനെയാണ്. ഇതാണ് രണ്ടാമത്തെ അതിൻ്റെ മൂന്നാമത്തെ പിന്ന്. ഈ ലൈന് ഈ ഐസിയാണിത്. മറ്റു കണ്ടിന്യൂറ്റിൽ വെച്ചിട്ടുണ്ട്. മൂന്നാമത്തതിൻ്റെ ലൈനാണിത്. ഇതാണ് ഐസി. ഓക്കെ, ഇഞ്ചക്ടറിൻ്റെ ഓരോരു ഐസിയാണിത്. 4 ഇഞ്ചക്ടറാണ്. 4 ഇഞ്ചക്ടറിൻ്റെ ഐസിയാണിത്. അപ്പം രണ്ടാമത്തെ ഇഞ്ചക്ടറാണ് ഈ ഐസി വരുന്നത്. ഈ മൂന്നാമത്തെ പിന്നാണ് ലൈന് വരുന്നത് ഐസിയിലേക്ക്. ഇത് ഈ സപ്ലൈ ഒക്കെ കണ്ടിന്യൂറ്റിൻ്റെ ഒച്ച കേൾക്കുന്നതാണ്. ഇതെല്ലാം ഓക്കെയാണ്. ഇവിടുത്തെ വരെ ഓക്കെ കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ ഫങ്ഷൻ എന്താ വെച്ചാൽ ബാക്ക് സൈഡിലേക്കാണ് പോയിട്ടുള്ളത്. ബാക്കിൽ നിന്ന് ഇവിടുത്തെ വരെ എത്തിയിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് സപ്ലൈ ചെയ്തിട്ട് ഇത് നേരെ പോകുന്ന ഈ ഡയോഡിലേക്കാണ്. ഈ ഡയോഡിൽ നിന്ന് പിന്നെ വീണ്ടും പോകുന്നത് അങ്ങോട്ടേക്കാണ് കേട്ടോ. അപ്പോൾ ഈ ഡയോഡ് അവിടുന്ന് വന്നിട്ട് ഇവിടത്തേക്ക് ഔട്ടായിട്ട് ഈ സാധനത്തിലേക്കാണ് വരുന്നത്, ഈ ട്രാൻസിറ്റിൽ. അപ്പോൾ ഇതിൻ്റെ വാല്യൂ നമുക്ക് നോക്കാം. ഇത് 693 ഉള്ളത് കേട്ടോ. നമുക്ക് രണ്ടാമത്തേൻ്റെയും വാല്യൂ നോക്കാം. മൂന്നാമത്തേൻ്റെയും വാല്യൂ നോക്കാം. 1356 അപ്പോൾ അതിൽ വാല്യൂ ഇല്ലാത്തത് കൊണ്ടാണ്, വാല്യൂ കുറവായതുകൊണ്ടാണ് ഈ സംഭവം നമുക്ക് ഇഞ്ചക്ടർ വർക്ക് ചെയ്യാത്തത് കേട്ടോ. 692 കാണിക്കുന്നത്. നമുക്കിത് മാറ്റി നോക്കാം. മാറ്റിയിട്ട് കറക്റ്റാണെങ്കിൽ സാധനം വർക്കാവും. ഓക്കെ, ഞാൻ ഇത് മാറ്റിയിട്ട് ഞാൻ ഇത് പറിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ അടുത്ത വെച്ചിട്ട് പോകണം. വേറെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സാധനം, വാല്യൂ ഇല്ലാത്ത സാധനം. നമുക്ക് ചെക്ക് നമ്മൾ വാല്യൂ നോക്കാം. 1310. നേരത്തെ കണ്ടെത്ര വാല്യൂ കണ്ടത് 6 ചില്ലറ അങ്ങനെ കണ്ടത്, 654 അങ്ങനെ എന്തോ കണ്ടത്. അപ്പോൾ ആ സാധനം നമ്മൾ പിന്നെ മാറ്റിയിട്ട് ഇവിടെ ഇതാണ് സാധനം. ഈ കടുക് പോലത്തെ സാധനം ഡയോഡ്. അത് ഷോർട്ടായതുകൊണ്ടാണ് ഇഞ്ചക്ടർ വർക്ക് ചെയ്യാത്തത്. ഓക്കെ, ഈ സാധനമാണ് മാറ്റിയിട്ടുള്ളത്. ഇത് നേരെ വരുന്നത് MCU എന്നാണ് ഈ സംഭവം വർക്കാകുന്നത്. MCU ആണ് ഇതിൻ്റെ മെയിൻ എല്ലാ ഫങ്ഷനിലേക്ക് പോകുന്ന സാധനമാണ് ഈ IC. അപ്പോൾ അതിനകത്തുനിന്നാണ് ഇഞ്ചക്ടറിൻ്റെ ലൈനൊന്ന് വന്നിട്ട് ഇതിലേക്ക് വന്ന് ഇതിൽ നിന്ന് നേരെ ഔട്ടായി നേരെ പിന്നെ ഉള്ളിലേക്ക് പോയി അപ്പുറത്തേക്ക് വന്നിട്ട് നേരെ ഈ ഡയോഡ് വഴി ഇതിലേക്കൂടി വന്ന് റെസിസ്റ്റർ നേരെ ഇതാക്കിയിട്ട് പോകുന്നത് എടുത്തേക്കാണ് ഈ ICയിലേക്കാണ് പോകുന്നത്. ഈ രണ്ടാമത്തെ ICയിലേക്ക്, രണ്ടാമത്തെ ഇഞ്ചക്ടർ, രണ്ടാമത്തെ IC. അവിടെ നേരെ ഇവിടുന്ന് കറങ്ങിയിട്ട് നേരെ ഇപ്പുറത്തേക്ക് ഔട്ടായിട്ട് ഈ ലൈനിലൂടെ വന്നിട്ട് മൂന്നാമത്തെ ലൈനിലേക്കാണ് ഔട്ട്പുട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ സംഭവം ഇത് ഓക്കെ ആയിട്ടുണ്ട്. ഇവിടെ IC ഇപ്പോൾ ഓൾറെഡി റെഡി ആയിട്ടുണ്ട്.
അതിന് വണ്ടി കൊണ്ടുപോയിട്ട് ഫിറ്റ് ചെയ്യുക. അത് ഫിറ്റ് ചെയ്യുന്ന മുന്നേ ഇഞ്ചക്ടർ ചെക്ക് ചെയ്യേണ്ടി വരും. ഇഞ്ചക്ടർ ഷോർട്ട് ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. ECM ആണെന്ന് അടിച്ചു പോകും ഷോർട്ട് ഉണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങൾ ECMൻ്റെ വർക്കെല്ലാം ഉണ്ടെങ്കിൽ നമ്മളെ ഇതിന് നമ്പറുണ്ട് യൂട്യൂബിൽ, അതേപോലെ തന്നെ ഏതാ ഫേസ്ബുക്കിലുണ്ട്, ഇൻസ്റ്റാഗ്രാമിലുണ്ട്. അതിൻ്റെ ECMൻ്റെ വർക്കെല്ലാം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് കൊടുത്തയച്ചോ. കൊറിയർ പുറത്തുനിന്നാണെങ്കിൽ കൊറിയർ അയച്ചാൽ മതി. അതേപോലെ തന്നെ കണ്ണൂർ ഡിസ്ട്രിക്റ്റ് ആണെങ്കിൽ കണ്ണൂർ വണ്ടി കൊണ്ടുതരാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലത്. വണ്ടി കൊണ്ടുതന്നാൽ നമ്മൾ കംപ്ലീറ്റ് ശരിയാക്കി തരും. പിന്നെ അഥവാ നമ്മുടെ കണ്ണൂർ ജില്ലയിൽ നിന്ന് പുറത്തുള്ള കൂട്ടർ അവർ കൊറിയർ അയച്ചാൽ മതി. നമ്മൾ ECM ചെക്ക് ചെയ്തിട്ട് കംപ്ലയിൻറ്റ് എന്താണെന്ന് പറഞ്ഞു തരും. ECMൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇത് അടിച്ചു പോകാനുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ വർക്കെല്ലാം ഉണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് കിട്ടാം. ഓക്കെ, അടുത്ത വീഡിയോയിലൊക്കെ നമുക്ക് കാണാം.